പൈതൃക പെരുമ. ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ നാടിൻ്റെ കാഴ്ചകളിലൂടെയുള്ള ഒരു സഞ്ചാരം. അക്ഷരങ്ങളിൽ നിന്ന് തുടങ്ങാം. നാരായണ വിലാസം LP സ്കൂൾ. സ്കൂളിന് മുന്നിൽ ആഢ്യനായ നമ്മുടെ ഹെഡ് മാസ്റ്റർ ചൂരൽ വടിയുമായി നിൽപ്പുണ്ട്. ഇനി ക്ലാസ്സിനുള്ളിലേക്ക് കയറിയാലോ? മഷിത്തണ്ടും മഷിക്കുപ്പിയും പഴയ ബ്ലാക്ക് ബോർഡും ടീച്ചറും ഓലമേഞ്ഞ ചുവരും ഇളകിയ മൺതറയും സ്ലേറ്റും പെൻസിലുമായി കുഞ്ഞുങ്ങളും. ഇതൊക്കെ കാണുമ്പോൾ പഴയ സാൾട്ടു മാങ്കോട്രി ക്ലാസ് റൂം ഓർമ്മ വരുന്നില്ലേ? സ്കൂളിനരികിലായി ഉറപ്പായും നമ്മുടെ ഭഗീരഥൻ പിള്ളയുടെ ചായക്കടയുണ്ടാകും. വലിയ പാട്ടുപെട്ടിയും ഇന്ന് രൊക്കം നാളക്കടം എന്ന ബോർഡും വിലവിവര പട്ടികയും സമോവറും വായിൽ വെള്ളമൂറുന്ന പലഹാരങ്ങളുള്ള കണ്ണാടിപ്പെട്ടിയും. എന്ത് രസമാണ് ആ ചായക്കടക്കാലം. കാലം പഴയതാണെങ്കിലും ഈ കള്ളിമുണ്ട് എങ്ങനെ മടക്കി കുത്തും? ചായക്കടക്കരികിലെ ബസ് സ്റ്റോപ്പിൽ ചില പൂവാലന്മാരുമുണ്ട്. നാരായണൻ ചേട്ടൻ്റെ മുറുക്കാൻ കടയാണിനി. പാട്ടുപെട്ടിയിലൂടെ മധുരമുള്ള ഗാനങ്ങൾ ഒഴുകി വരുന്നുണ്ട്. ഒപ്പം ചില്ലുഭരണികളിൽ നിറച്ച പലതരം മിഠായികളും സംഭാരവും ഗോലിസോഡയും എല്ലാമായി നാരായണൻ ചേട്ടൻ ഇങ്ങനെ വളരെ ഗൗരവത്തിൽ നിൽപ്പുണ്ട്. തേപ്പുകടയും സജീവമാണ്. അരയും തലയും മുറുക്കി സഹായിയും ഒപ്പമുണ്ട്. കല്ല് കൊത്താനുണ്ടോ? അതാ നമ്മുടെ കാക്കോത്തി വന്നിട്ടുണ്ടേ. ചുവടുതാങ്ങിയിൽ ഭാരമിറക്കി വെച്ച് തണ്ണീർപ്പന്തലിൽ നിന്നും അല്പം വെള്ളം കുടിച്ചിട്ടാകാം ഇനി യാത്ര. ഒരു കാലഘട്ടത്തിൻ്റെ പ്രൗഢി പേറുന്ന അംബാസിഡർ കാറിൽ വന്നിറങ്ങിയ യുവമിഥുനങ്ങൾ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. നവാഗതർക്ക് സ്വാഗതമോതുന്ന നമ്മുടെ സ്വന്തം യൂണിവേഴ്സിറ്റി കോളേജ്. ക്യാമ്പസിനുള്ളിൽ ചെമ്പകച്ചോട്ടിലെ ബെഞ്ചുകളിൽ സൊറ പറഞ്ഞിരിക്കുന്ന സുന്ദരികളും സുന്ദരന്മാരുമായ കോളേജ് കുമാരന്മാരും കുമാരികളും. ഫിനൈലിൻ്റെ മണം പരത്തുന്ന താലൂക്ക് ആശുപത്രി. രോഗികളെ പരിചരിക്കുന്ന തിരക്കിലാണ് ഡോക്ടറും നഴ്സും. ഫോൺ ഇടയ്ക്കിടെ ബെല്ലടിക്കുന്നുണ്ട്. മനം മടുപ്പിക്കുന്ന മണമുള്ള പലതരം മരുന്നുകൾ നിറഞ്ഞ കുപ്പികളുമുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ പ്രണയവും നൊമ്പരവും വിരഹവും കൈമാറിയിരുന്ന നമ്മുടെ തപാലാപ്പീസ്. ഈ സുന്ദരികളെല്ലാം അക്ഷമരായി അടുത്ത പ്രദർശനത്തിന് സിനിമാ തിയേറ്ററിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. സന്തോഷ് ടാക്കീസിൻ്റെ കൗണ്ടർ ഇനിയും തുറന്നിട്ടില്ല. ആനക്കുരുമ്മയാണത്ര ഇന്നത്തെ സിനിമ. നമുക്കുമൊന്ന് കണ്ടാലോ? കൂട്ടുകാർ പല്ലാങ്കുഴി കളിക്കുന്ന തിരക്കിലാണ്. തൂണ് പിടിച്ച് കളിക്കുന്നവരുമുണ്ട്. അന്ന് നമുക്ക് എന്തൊക്കെ തരം വണ്ടികളായിരുന്നു അല്ലേ?
പരസ്പര സഹായത്തിൻ്റെ സാമൂഹിക ബോധ്യം നമ്മൾ ഉണ്ടാക്കിയ പാളവണ്ടി, നാടിൻ്റെ സാംസ്കാരിക ഊർജമായിരുന്ന സമദർശിനി ഗ്രന്ഥശാല, നാടിനെ ഒന്നാകെ ആനന്ദത്തോടെ സ്വാഗതം ചെയ്ത കല്യാണപുര, മൊഞ്ചത്തിയായ മണവാട്ടിയും മണവാളനുമുണ്ട്. ഒപ്പം ഒപ്പന പാടി സന്തോഷിപ്പിക്കാൻ തോഴിമാരും. ഇനിയുള്ള കാഴ്ചകൾ ചന്തയിലാണ്. ബാവക്കാൻ്റെ ഐസ് പെട്ടി, കുലുക്കു കുത്തുമായി പരമു, മീനും പച്ചക്കറികളും മാത്രമല്ല, ഉപ്പിലിട്ടതും പായയും മുറുക്കും പലഹാരങ്ങളും അവലും വളയും എന്തെന്തെല്ലാം വിഭവങ്ങളാണ് ഈ നാട്ടുചന്തയിലൂടെ നമ്മൾ കൈമാറിയിട്ടുള്ളത്. സാധനങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ മാത്രമായിരുന്നില്ല, ഒരു സാംസ്കാരിക ക്രയവിക്രയ കേന്ദ്രം കൂടിയായിരുന്നു നമ്മുടെ നാട്ടുചന്തകൾ. പുളിക്കച്ചവടക്കാരിക്കരികിൽ നിന്ന് മീൻ കടയിലേക്ക്. നല്ല പിടയ്ക്കണ മീനാണ്. മീൻകാരിക്ക് അല്പം നാണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിലപേശലില്ല. പറയുന്ന വില കൊടുത്ത് മീൻ വാങ്ങി പൊയ്ക്കോണം. ഉണക്കമീനും പച്ചക്കറിയും ചട്ടിയും കത്തികളും എന്നു വേണ്ട ഈ ചന്തയിൽ കിട്ടാത്തതായി ഒന്നുമില്ല. സുന്ദരിമാരുടെ കയ്യിൽ വളയണിയിക്കാനുള്ള തിരക്കിലാണ് നമ്മുടെ വളക്കച്ചവടക്കാരൻ. കോഴിക്കച്ചവടക്കാരനുമുണ്ട്. കുട്ടികളെ ആകർഷിക്കാനുള്ള ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ് നമ്മുടെ ബലൂൺ കച്ചവടക്കാരൻ. കൊതിയൂറും മണം പരത്തുന്ന ചൂട് കപ്പലണ്ടിയും സ്വാദിഷ്ടമായ അവലും എല്ലാമുണ്ട് ഈ നാട്ടുചന്തയിൽ. നാട്ടുവിശേഷങ്ങളെല്ലാം കൃത്യമായി അറിയുകയും അത് കൃത്യസമയത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമെങ്കിലും നമ്മുടെ കേരള സലൂണിലെ ചേട്ടൻ ജോലിയിലും കൃത്യത പുലർത്തുന്നുണ്ട്. നാടിൻ്റെ ക്രമസമാധാനം ഈ കൈകളിൽ ഭദ്രം. കാഴ്ചകൾ കണ്ട് നേരം പോയതറിഞ്ഞില്ല. വിശപ്പിൻ്റെ വിളിയെത്തി. ഇനി വീട്ടിലേക്ക്. വീടെന്നാൽ നമുക്ക് അടുക്കളയാണല്ലോ മുഖ്യം. അവിടെ ചേച്ചി കൂട്ടാനു വേണ്ട അരപ്പ് തയ്യാറാക്കുകയാണ്. ചാണകം മണക്കുന്ന ഇരുളുമൂടിയ അടുക്കളയിൽ പാചകത്തിനുള്ള വിറകും തൊണ്ടും ചിരട്ടയും എല്ലാം അടുക്കി വച്ചിട്ടുണ്ട്. വെങ്കല ചിമ്മിനിയും
ഉപ്പുപാറ്റിയും ചിരവയും മറ്റു പാത്രങ്ങളും. അടുപ്പിൽ എന്തൊക്കെയോ പാചകം ചെയ്യുന്ന തിരക്കിലാണ് അമ്മ. നാട്ടുപ്രമാണിയും സംഘവും വിൽപ്പാട്ട് ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നാടകസമിതിയുടെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം മുടിയനായ പുത്രൻ. നാടക നടിമാരും നടന്മാരും സൊറ പറഞ്ഞിരിക്കുകയാണ്. നാടകം മാത്രമല്ല, കഥാപ്രസംഗവുമുണ്ട്. ആശാൻ പള്ളിക്കൂടത്തിലെ കുഞ്ഞുങ്ങൾ മണലെഴുത്ത് പരിശീലിക്കുകയാണ്. കടവത്തെ കയർപിരി സംഘവും സജീവമാണ്. കടത്തുവഞ്ചിയെത്തി. ഇനി സമയമില്ല. വഞ്ചിയിൽ തന്നെ നിന്ന് ചിലർ മീൻ പിടിക്കുന്നുണ്ട്. കരയിൽ തുണിയലക്കലും സൊറ പറയലുമായി ചേച്ചിമാരും സജീവം. നാടിനെ ആകെ അന്നമൂട്ടാൻ കർഷകൻ അക്ഷീണ പ്രയത്നത്തിലാണ്. പൊൻകതിർ പാകമായി വരുന്നുണ്ട്. കളരിക്കൽ ആശാന്റെ മർമ്മവൈദ്യശാലയിൽ പരികർമ്മികളും ആശാനും മരുന്ന് തയ്യാറാക്കുന്ന തിരക്കിലാണ്. പാത്തുമ്മയും ആടും കുട്ടിക്കൂട്ടത്തിനൊപ്പമുണ്ട്. ബേപ്പൂർ സുൽത്താൻ ഗ്രാമഫോണിലെ പാട്ടും ആസ്വദിച്ച് മാംഗോസ്റ്റിൻ ചുവട്ടിൽ അങ്ങനെ ഇരിപ്പാണ് തൻ്റെ ചാരുകസേരയിൽ. ഇത്തിരി വലിയ വിശേഷങ്ങളുമായി കുഞ്ഞുണ്ണി മാഷും കുട്ടികളും. ആശാന്റെ ചണ്ടാല ഭിക്ഷുകിയുമുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്തതോ മറവിയുടെ മാറാല മൂടിയതോ ആയ വിവിധതരം വസ്തുക്കളുടെ പ്രദർശനവുമുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് മികവിൻ്റെ പുതുമാതൃകകൾ തീർക്കുന്ന ഗവൺമെൻറ് TTI മണക്കാട്. പാഠപുസ്തകങ്ങളിൽ നിന്നോ വായിച്ചോ ദൃശ്യമാധ്യമങ്ങളിലൂടെയോ നാം അറിഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറ പരിചരിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ നമ്മുടെ മുന്നിൽ പുനരാവിഷ്കരിക്കുകയായിരുന്നു പൈതൃക പെരുമ എന്ന ഈ പരിപാടിയിലൂടെ. പാഠപുസ്തകങ്ങളിലൂടെ മാത്രം പരിചയിച്ച നാടിൻ്റെ സംസ്കൃതി നേരനുഭവങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്കായി പുനരവതരിപ്പിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല, അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ആ പഴയ കാലത്തിലേക്ക് ആവേശത്തോടെ മടങ്ങിപ്പോയി. മധുരിക്കും ഓർമ്മകളുടെ മാഞ്ചുവട്ടിലേക്ക് മലർമഞ്ചലൊരുക്കിയ മണക്കാട് ഗവൺമെൻറ് TTIക്ക് എല്ലാവിധ ഭാവുകങ്ങളും. ഇനിയും മികച്ച മാതൃകകൾ ഉണ്ടാകട്ടെ. ആശംസകൾ. സ്നേഹപൂർവ്വം, ഇന്ദുലേഖ R. വിതുര.